ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ കൈപ്പക്ക പുളിഞ്ചി തയ്യാറാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ വറുത്ത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോകരുത്. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ചൂടാറിയാൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഇതൊക്കെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള കൈപ്പക്കയാണ്. അതിൻ്റെ പകുതിയും 10 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു തുടം വെളുത്തുള്ളി, ഒരു 2 വിരലിൻ്റെ അത്ര വലിപ്പത്തിലുള്ള ഇഞ്ചി അത് പൊടിയായി അരിഞ്ഞത്, ഒരു പിടി ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞത്, ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ കൈപ്പക്ക പൊടിയായിട്ട് അതായത് പരമാവധി ചെറുതായിട്ട് മുറിച്ചെടുത്തത്. ഇനി നമുക്കിതാ ചട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിട്ട് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മൾ കടുകൊക്കെ പൊട്ടി വരുന്ന സമയം സവാളയും നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക് ഇതും കൂടെ ഇട്ട് ഒന്ന് പകുതി മൂപ്പായി വരുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചച്ചുവ മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ പകുതി തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ തക്കാളി ഒഴിവാക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പകുതി തക്കാളി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി നിർബന്ധമില്ല ചേർത്ത് കൊടുക്കണമെന്ന്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വാടി വരുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം പകുതിയോളം നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കൈപ്പക്കയാണല്ലോ നമ്മുടെ താരം, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ കൈപ്പക്ക ഒന്ന് ചെറുതായി വാടി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ചൂടാവുന്ന എണ്ണയിലിട്ടിട്ട് മുളക് പൊടി ചൂടാക്കുമ്പോൾ തന്നെ നമ്മൾ പുളിഞ്ചിക്കാണെങ്കിലും കറിക്കണക്കിലും ഒക്കെ നല്ലൊരു ചുവപ്പ് കളർ കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കൈപ്പക്കൊക്കെ വാടി വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർക്കുമ്പോൾ എരിവ് നമുക്ക് കണക്കാക്കണം. പച്ചമുളകിന് എരിവുണ്ടാവും. അതുപോലെ തന്നെ മുളക് പൊടിയുടെ എരിവ് എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടി ഉണ്ട് വെച്ചാൽ അത് കണക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നാൽ നമുക്ക് ഈ ഒരു മസാലയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമ്മുടെ കറിക്കൊരു അത്യാവശ്യം കളറൊക്കെ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കായത്തിൻ്റെയും പൊടിയിൽ നിന്ന് ഒരു 1/2 ടീസ്പൂണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് 1/4 ടീസ്പൂണ് കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കാം. ചൂടായി വരുന്ന സമയം നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി ഞാൻ എത്രത്തോളം നമുക്ക് ഈ ഒരു ഇതിലേക്ക് പുളി വേണമെന്ന് വെച്ചാൽ അതിന് കണക്കാക്കിയിട്ടുള്ള പുളി ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളി ഒഴിക്കുമ്പോൾ വെറും പുളിയിൽ മാത്രമായിട്ടല്ല, കുറച്ച് വെള്ളം കൂടെ വേണം. കാരണം നമ്മുടെ ഇതിലുള്ള കഷ്ണങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, കൈപ്പക്ക അതിനേക്കാളും കുറച്ച് പൊക്കത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് അതിൽ കിടന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് ചെറിയ തീയിൽ വെന്ത് കിട്ടണം. അപ്പോൾ അതാ നമ്മുടെ പുളിഞ്ചി നന്നായി കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. പുളിഞ്ചിയൊക്കെ നമുക്കറിയാലോ, അത്യാവശ്യം നല്ല പുറത്തേക്കൊക്കെ എടുക്കുന്ന ആ ഒരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി പരമാവധി ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതിനെ വറ്റിച്ചെടുക്കണം. അതിന് മുന്നേ നമുക്ക് സാധാരണ നമ്മൾ പുളിഞ്ചിയിൽ ശർക്കര ചേർക്കും. അപ്പോൾ ശർക്കര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ നമുക്ക് ആ ശർക്കരയും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ പുളിഞ്ചിക്ക് നമ്മൾ ആ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഉപ്പിൻ്റെ അളവൊക്കെ നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കുമ്പോൾ കുറവായിട്ട് തോന്നുന്നുള്ളതിനെ കുറേശ്ശെ ചേർക്കണുള്ളൂ. കാരണം ഇത് വറ്റി വരുമ്പോൾ നന്നായി ഉപ്പ് പിടിക്കുമല്ലോ. ഇനി നമ്മൾ നേരത്തെ
പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയിൽ നിന്ന് 1/2 ടീസ്പൂണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത് ബാക്കി 1/2 ടീസ്പൂണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊടിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ അളവിനേക്കാളും കൂടുതലാണ് പൊടി ഉണ്ടാവുക. എന്നാലും ബാക്കിയുള്ളത് നമുക്കൊരു ബോക്സിലാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരുപാട് ഒന്നും പൊടി ചേർക്കണ്ട. അപ്പോൾ നന്നായി വറ്റി വന്ന ശേഷം പുളിഞ്ചിക്ക് എത്രത്തോളം നമുക്ക് വറ്റൽ വേണമെന്ന് വെച്ചാൽ അത്രയായപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. സാധാരണ പുളിഞ്ചി പോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിലും പുറത്ത് ചൂടാക്കിയിട്ടാണെങ്കിലും, സാധാരണ പുളിഞ്ചി പുറത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ചൂടാക്കിയിട്ടൊക്കെ ഉപയോഗിക്കുമല്ലോ, പെട്ടെന്നൊന്നും അങ്ങനെ കേട് വരില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഓണത്തിന് നിങ്ങളൊരു പുളിഞ്ചി ഉണ്ടാക്കുമ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് ഇതൊരു സൈഡിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.